നമസ്കാരം. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കും കൂട്ടുകാർക്കുമെതിരെ ഡിജിറ്റൽ തെളിവുകൾ ശബ്ദമായും ദൃശ്യമായും പുറത്തുവരുന്ന കാലമാണ്. ഈ സുന്ദര സുരഭില കാലത്തിരുന്നുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരാതിന്മേൽ കേസെടുക്കുന്നതിന് പകരം പരാതി പറയുന്നവരെ കൊടുക്കാനുള്ള പതിവ് വിദ്യകളും പയറ്റി തുടങ്ങി. ആരോപണം ഉന്നയിച്ചതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാനുള്ള തീരുമാനമാണ് ഒടുവിലുണ്ടായത്. കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഒരു പാവ മുഖ്യമന്ത്രിയെ രക്ഷിക്കണ്ടേ എന്ന് ഉമ്മൻചാണ്ടി ചോദിക്കുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണാം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ദൃശ്യത്തെളിവുകൾ അടക്കമുള്ളവ സീൽ വെച്ച കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാൻ സരിത എസ് നായർ തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അടുത്ത ബോംബ് പൊട്ടിച്ച് ചാണ്ടിയെ വലയ്ക്കാനാണ് പരിപാടി. ഇതൊന്നും ഒരു തെളിവല്ല മന്നവ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി പതിവ് ഉരുളൽ പരിപാടി തകർത്താടുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തവണ സരിതയുടെ ആക്രമണം ഇംഗ്ലീഷിലാണ്. സീൽ വെച്ച കവറിൽ അച്ഛന് തുല്യനായ ഉമ്മൻചാണ്ടിക്കെതിരായി തെളിവുകൾ നൽകും എന്ന പ്രഖ്യാപനം. I'm going to submit some digital evidences which will prove the interest of Ummanchandi. Come on, man. So and his involvement will also be revealed within some days. என்னடா பேசுற பேசி உனக்கு தெரியுமாடா இது ஏபிசிடிடா. டேய் நீ ஊருக்கு பெரியவன் தானே, நீ பயங்கரம் தானே, பேசடா மோளே, இங்க வா பேசி முடி. டேய் பாண்டி, എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. എടാ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ ചൊൽ. I am going to submit these evidences in a sealed cover manner. In which the commission can take a decision. Either they can keenly watch whether the accused person's numbers will increase or not. Humpty Dumpty sat on a wall. Twinkle twinkle little star. How I wonder what you are. So I cannot reveal that what kind of evidences I am going to submit before judicial commission. Hi, beautiful people. That evidences, there will be some documentary and some digital evidences. I am sorry. Actually, now also I am saying Ummanchandi is not that kind of a man without culture. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. Don't do. He had esteemed cultured person. He is a esteemed cultured person, and I am not denying that. I am considering him as my father. All the dreams like tingle stars, the tingle stars like glowing gems. My allegation is somewhat different. That we bribed money to him regarding the renewable energy policy formation, but nothing happened so far. So we asked him to refund our money, but he offered and he agreed to pay it back, but till the date nothing happened. Home appliance of the two families. You are the link. 1.90 CR in 2 schedules. No. You are the link of the link. The two family attached to the bathroom. Your family's food and accommodation. That I cannot say firmly because I can't prove, because no politicians will issue a receipt for bribes. അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ ചാളമീൻ അയലമീൻ പിലോപ്പിമീൻ. Statements to the commission. Probably if I am getting my time. പൂർവ്വ ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു. അളിയാ, നേരത്തെ തോളത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. പേടി പോടാ. സരിതയുടെ ആരോപണങ്ങളിൽ കുരുങ്ങി അലങ്കോലപ്പെടേണ്ടതാണോ ഉമ്മൻചാണ്ടിയുടെ ജീവിതം? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, പാവങ്ങൾക്ക് പലവിധ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ആൾ എന്ന നിലയിൽ. തെളിവൊതുക്കാൻ ഫോൺ ചെയ്തു എന്നും പറഞ്ഞ് പ്രിയപ്പെട്ടവരായ ബെന്നി ബെഹന്നാനെയും തമ്പാനൂർ രവിയെയും കുഴപ്പത്തിലാക്കുന്നതിന് ആര് മാപ്പ് നൽകും? എന്നാലും സരിതേ, എന്തിനെന്നെ ഇങ്ങനെ വലയ്ക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുകൂടി അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്ന മാധ്യമങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ പ്രധാന കുറ്റക്കാർ. ചന്തമുള്ളൊരു പെൺമണി എന്തിനെന്നെ ചതിച്ചു നീ, ചന്തമുള്ളൊരു പെൺമണി എന്തിനെന്നെ ചതിച്ചു നീ. എല്ലാ സത്യവും നിങ്ങൾ ഉൾപ്പെടെ, നിങ്ങളാണ് ഏറ്റവും അവസാനം വിശ്വസിക്കുന്നത്, ഏറ്റവും ഒടുവിൽ വിശ്വസിക്കുന്നത് നിങ്ങളായിരിക്കും. ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിൽ കാര്യങ്ങൾ എല്ലാം മനസ്സിലാകും, യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് എനിക്ക് ഉള്ള ഈ ഒരു ശക്തി എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയുടെ ശക്തിയാണ്.
സത്യം ജയിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടും, എന്നാലും ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നിങ്ങൾക്കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ എത്തും. ചന്തമുള്ളൊരു പെൺമണി എന്തിനെന്നെ ചതിച്ചു നീ, ചന്തമുള്ളൊരു പെൺമണി എന്തിനെന്നെ ചതിച്ചു നീ. അതാണ് എല്ലാം അല്ലേ, അതാണ് എല്ലാം. അവര് 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 അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സത്യം മുഴുവൻ പുറത്തു വരും, സത്യം മുഴുവൻ പുറത്തു വരും. ഇതൊന്നും കേരളത്തിൽ ഒന്നും മറച്ചു വെക്കാൻ ഒക്കത്തില്ല, അത് മുഴുവൻ പുറത്തു വരും. എന്തിനെന്നെ വലച്ചു നീ, ചന്തമുള്ളൊരു പെൺമണി എന്തിനെന്നെ ചതിച്ചു നീ. ഓഡിയോ റെക്കോർഡിംഗ്സിൽ ക്ലിയർ ആയിട്ട് ഒരു MLA ആൻഡ് തമ്പാനൂർ രവി സ്പീക്കിംഗ് ക്ലിയർ ആയിട്ട് വന്നതാണല്ലോ. അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആരോപണമല്ലേ, വരട്ടെ. അതാണല്ലോ അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയെന്നുള്ളതൊക്കെ അതിനല്ല കമ്മീഷൻ വെച്ചിരിക്കുന്നത്. കമ്മീഷൻ നോക്കട്ടെ, അതല്ല കമ്മീഷൻ. അപ്പം ഏത് കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളും നോക്കിക്കോ. പെണ്ണെ നീ അന്നെന്നെ കണ്ണുകൊണ്ട് തോൽപ്പിച്ചു, കഷ്ടം നീ നിന്നെ വാക്കുകൊണ്ട് തോൽപ്പിച്ചു, ചന്തമുള്ളൊരു പെൺമണി എന്തിനെന്നെ ചതിച്ചു നീ. അതെ അതെ, ഏത് തെളിവാ? ഒരു ചെറിയ ചീട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പാവം, ഒരു ചെറിയ ചീട്ടെങ്കിലും തെളിവായി കൊണ്ടുവരാമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കാണ് സരിത പോയി കത്തും ടെലഫോണും വിഷ്വലും എല്ലാം കൂടി CD-യിലാക്കി തെളിവായി കൊണ്ടുവന്നത്. ഇമാതിരി ചെയ്ത് ഒരു മുഖ്യമന്ത്രിയോട് ചെയ്യാമോ? അതല്ലേ പരിശോധിക്കാൻ പോകുന്നത്. അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സാധ്യതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വരട്ടെ, അത് നോക്കട്ടെ. അത് ശരി, തെളിവുകൾ പരിശോധിച്ച് പരാതിക്കാരെ കേസിൽ കൊടുക്കാനുള്ള പരിപാടി. ബിജു രമേശും ശ്രീധരൻ നായരും തുടങ്ങി ഇത്രയും കാലം പരാതി പറഞ്ഞവർക്കൊക്കെ കേസും പയ്യാരവും ഇഷ്ടം പോലെ സമ്മാനിച്ചിട്ടുണ്ടല്ലോ. ഇനി തട്ടിപ്പിനിരയായതായി പരാതി നൽകിയ സരിതയ്ക്കെതിരെ കേസെടുക്കാനുള്ള മറ്റൊരു പരിപാടി. അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്ന് സരിത തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ബെന്നിയും രവിയുമൊക്കെ ആവശ്യത്തിന് ഫോൺ വിളിച്ചിട്ടുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയാതെ ജനത്തിന് ബോധ്യമാവുമോ? അതാണ്, അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കേണ്ടത് അവരാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് നേരിട്ട് പറയാത്തത്. എല്ലാം കാത്തിരുന്ന് കാണുക. ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ, എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ 1% ശരിയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല, യോഗ്യനല്ല. അതുതന്നെയല്ലേ കോടതികളും പലപ്പോഴായി നിരീക്ഷണങ്ങളിലൂടെ സൂചിപ്പിച്ചത്. മേൽക്കോടതി റദ്ദാക്കിയെങ്കിലും തൃശൂർ വിജിലൻസ് കോടതി ഒരു ഘട്ടത്തിൽ കേസെടുക്കാൻ പോലും ഉത്തരവിട്ടില്ലേ? പണ്ട് കരുണാകരനെ ചാരക്കേസിൽ കുരുക്കി പുറത്താക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഉപജാപക സംഘത്തിന്റെ തലവൻ കൂടിയായ മുഖ്യമന്ത്രി സ്വന്തം കാര്യത്തിൽ കോടതി വിധിക്ക് പുല്ലുവില മാത്രം കൊടുക്കുന്നു. ഇന്ന് ഉമ്മൻചാണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ തർക്കവിതർക്കങ്ങൾ അതുപോലെ കണ്ടാലേ കാര്യങ്ങൾ ബോധ്യപ്പെടൂ. ISRO ചാരക്കേസും പിന്നെ ശ്രീ കെ കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ. നിങ്ങൾ അന്നത്തെ കാലത്ത് ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്നും എടുത്ത്. അങ്ങനെ ഇപ്പോൾ എടുക്കുന്നത് എന്തിനാ? ഇഷ്ടം പോലെ കിടക്കുകയല്ലേ പത്രങ്ങളുടെ ആർക്കൈവ്സുകളിൽ. അന്നും ഭാഗ്യത്തിന് 1-2 ചാനലുകളൊക്കെ മലയാളത്തിൽ ഉള്ള കാലവുമാണ്. ചാരക്കേസിന്റെ പേരിൽ കരുണാകരനെ ഉമ്മൻചാണ്ടിയും കൂട്ടരും രാജിവെപ്പിച്ചതിന്റെ കഥകൾ പത്രങ്ങൾ എത്രയെത്ര അടിച്ചുവിട്ടതാണ്. തെറ്റാണ്, തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രേഖകൾ എടുത്ത് നോക്ക്. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അന്ന് ചാനലുകളോ എവിടെ? എന്നാ പിന്നെ എന്നെ കൂടെ ഒന്ന് കാണിക്കും കേട്ടോ. പകലിനെ നോക്കി രാത്രിയാണ് എന്ന് പറയുന്ന ഏർപ്പാട്. അതായത് അന്ന് ചാനലുകളോ എന്ന് പോലും തട്ടിവിടുകയാണ് ഉമ്മൻചാണ്ടി. വെല്ലുവിളിക്കുന്നതിനും ഒരു മര്യാദയൊക്കെ വേണ്ടേ?
ഇതെന്തു പരിപാടി? അക്കാലത്ത് സർക്കാരിനെതിരായ ഹൈക്കോടതി പരാമർശത്തിന്റെ പേരിൽ വാളെടുത്ത് വെളിച്ചപ്പാടാടിയ ഉമ്മൻചാണ്ടിയെ ഇതാ കണ്ടോളുക. ചാനലുകൾ ഇല്ലാതിരുന്ന കാലത്ത് കരുണാകരനെ ചാരക്കേസിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ഈ പറയുന്നത് പിന്നെ എന്തിനെ കുറിച്ചാണ്? ഹൈക്കോടതി വിധി മൂലം കോൺഗ്രസിനും മുന്നണിക്കും ഗവൺമെൻറ്റിനും വിശ്വസനീയത വളരെയധികം ചോർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുക. അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. ആരെയും വിശ്വാസത്തിലെടുക്കാതെ, ആരുമായി ചർച്ച ചെയ്യാതെ, സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്ത നടപടികളാണ് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെയും ഗവൺമെന്റിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എനിക്കെല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ രഹസ്യം എന്റെ നോസിലേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. ഇനിയിപ്പോ അന്നത്തെ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഉമ്മൻചാണ്ടി രാജിവെച്ചതും മറ്റെന്തിന്റെയെങ്കിലും പേരിലായിരിക്കും. പുതിയ കഥകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതാ പറഞ്ഞോളൂ. ഞാൻ രാജിവെച്ചത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ രാജിവെച്ചത് പിന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതിനെ തുടർന്നാണ് അതെ എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കാര്യപ്പോ ഒന്നും അറിയത്തില്ല. അതാണ് ഡോക്ടർ എം എ കുട്ടപ്പന് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാൻ അദ്ദേഹം തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടപ്പനോട് രാജി പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് എന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ 10 മണിയായാൽ രാജി പിൻവലിച്ചിരിക്കും. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ രാജിവെക്കുമെന്നും പറഞ്ഞു. അതാണ്. അതൊന്ന് പഠിക്കണം കേട്ടോ, ഞാനല്ലേ പറഞ്ഞു തരാം. ഓ, പഠിക്കാം സാറേ. ഈ പറഞ്ഞതിലൊന്നും ചാരക്കേസിൽ കരുണാകരനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവും ഉണ്ടായില്ല എന്നതിൽ അത്യധികം അഭിമാനിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഉമ്മൻചാണ്ടിയുടെ ശക്തി? ആ മനസാക്ഷി തന്നെയാണോ? പ്രതിഷേധം ഉയർത്തുന്നവർക്കും പരാതി പറയുന്നവർക്കുമെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കുന്നതോടൊപ്പം അവരെയൊക്കെ 10 തെറിയും അങ്ങ് പറയാമായിരുന്നു. ഞാൻ അങ്ങനെയുള്ള ഒന്നിൻ്റെ പുറകിലും പോകത്തില്ല. അങ്ങനെ എനിക്കൊരു സംരക്ഷണവും വേണ്ട. എൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞ എൻ്റെ മനസാക്ഷിയാണ്. അത് 50 കൊല്ലക്കാലമായിട്ട് ഞാൻ പൊതുരംഗത്ത് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അത് ജനങ്ങൾക്കറിയാം, അതറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു നാണം കെട്ട ഏർപ്പാട് നമുക്ക് ഉണ്ടാകത്തുമില്ല. നാണം കെട്ട പരിപാടികൾ കാണിക്കുന്നത് നാട്ടുകാരാണ് എന്ന് പറയാതിരുന്നത് ഭാഗ്യം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് കുട്ടി സമരം. നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം നിങ്ങൾക്ക് പ്രയോഗിക്കുകയും ചെയ്യാം എന്നും അദ്ദേഹം പറഞ്ഞു, അല്ലേ? അതെ അതെ. അവൻ പോയി കഴിയുമ്പോൾ അവന്റെ കുറ്റം പറയാതെ തെണ്ടി. നാളെ ഞാൻ ഇല്ലാത്തപ്പോൾ എന്റെ കുറ്റം പറയൂലേ?